കോഴിക്കോട് ബീച്ചിൽ ഓണാഘോഷ പരിപാടികൾ നടത്താനായി സപ്ലൈകോ ഓണം മെഗാ ഫെയർ മാറ്റി. ഉത്രാടം വരെയായിരുന്നു ഓണം മെഗാ ഫെയർ തീരുമാനിച്ചത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സംവിധാനമാണ് വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മയെ തുടർന്ന് മാറ്റേണ്ടി വന്നത്. ഈ മാസം 9-നാണ് കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ ആരംഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും അധികം കച്ചവടം നടന്ന സപ്ലൈകോ ഓണച്ചന്ത ദിനംപ്രതി 3 മുതൽ 3.5 ലക്ഷം രൂപ വരെയായിരുന്നു വിറ്റുവരവ്. തിങ്കളാഴ്ച നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കായി ബീച്ചിലെ ഓണച്ചന്ത മാറ്റാൻ ജില്ലാ കലക്ടറാണ് നിർദ്ദേശം നൽകിയത്. മുന്നറിയിപ്പില്ലാതെ ഓണച്ചന്തയുടെ സ്ഥലം മാറ്റിയത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. ബീച്ചിലാന്ന് പറഞ്ഞിട്ട് മവറോടൊന്നും കൊണ്ട് പോകുന്നതാണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെയില്ല സംഗതികൾ. സർക്കാരായപ്പം ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. കറക്റ്റ് കോഴിക്കോട് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത് തപ്പി നടക്കുക അത് എവിടെയാണെന്ന്. ഇതുവരെ ഞങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പോൾ 3ാമത്തെ സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞു വരുന്നത്. കൂട്ടിയത് അറിയില്ല. ഇന്ന് ഇത് സാധനം വാങ്ങാൻ വന്നായിരുന്നു. കുറച്ച് ലോങ്ങെന്ന് വരികയാണ്. ഇവിടെ എത്തിയവരാണ് ഇത് അടച്ചെന്ന് പറഞ്ഞത്. ഈ മാസം 25 വരെ ബീച്ചിൽ നിലനിർത്തേണ്ടിയിരുന്ന ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സംവിധാനമാണ് വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മയെ തുടർന്ന് പൊളിച്ചു മാറ്റേണ്ടി വന്നത്. സബ്സിഡി സാധനങ്ങൾക്കായി എത്തുന്നവർ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾ ബസാറിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.